ആ പോറ്റിയേ കേറ്റിയേ സ്വർണം കട്ടതാരപ്പ സഹാക്കളാണ് അയ്യപ്പ. നമുക്കത് അടിപൊളി ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടില് 2 വയസ്സ് 4 വയസ്സായ പിള്ളേരുടെ ഈ പാട്ട് എപ്പോഴും നടക്കും. ബി ജെ പി ഉറപ്പിക്കും ഈ തവണ. ഈ ശിവൻകുട്ടി അണ്ണൻ പറയുന്നത് ഇവിടെ നേമത്ത് BJP-യെ പരാജയപ്പെടുത്തുന്നാണ് പറയുന്നത്. പരാജയപ്പെടുന്നതൊക്കെ പറയുന്നതല്ലേ, വോട്ട് കഴിയട്ടെ അപ്പൊ നമുക്കറിയാം. ശിവൻകുട്ടി അണ്ണനെ മലത്തി അടിക്കുമോ? മലത്തി എടുത്തിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉയർന്നെഴുന്നേൽക്കും, ഉറപ്പാണ്. ആ രാജീവ് ചന്ദ്രശേഖരനാണ് ഞങ്ങളുടെ വോട്ട്. നരേന്ദ്രമോദി സാറിന് 1000 അഭിവാദ്യങ്ങൾ. മോദിയെ കണ്ടിരുന്നില്ലേ? ആ അടിപൊളി മോദി, അടിപൊളി മോദിയെ കണ്ട്. BJP വിജയിക്കാനുള്ള സാധ്യത ഇത്തവണ ഭൂരിപക്ഷത്തോടെ കൂടി എന്റെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചിരിക്കും. ഈ ഇവിടുത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള ഈ ശിവൻകുട്ടിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ശിവൻകുട്ടിയെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയത്തക്ക അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം, ഞങ്ങളെ കരമന ജയൻ ജയിക്കണം, ഞങ്ങൾക്ക് നരേന്ദ്രമോദി സാറിന്റെ കരങ്ങൾക്ക് ശക്തി പകരണം, ഉറപ്പാണ്. കേരളത്തിൽ BJP-ക്ക് സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നേമത്ത് എന്തായാലും രാജീവേട്ട ഉറപ്പായിട്ടും ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് നേമത്ത് ജയിച്ചിട്ടുള്ളത് ഇവിടെ ഒരു വികസനവും നടത്തിയിട്ടില്ലായിരുന്നു. ഇപ്പം രാജീവേട്ടൻ ജയിച്ച തന്നെ ഒരുപാട് വികസനങ്ങളും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, 100% ഉറപ്പുണ്ട്. ഇവിടുത്തെ MLA മന്ത്രിയുമായിട്ടുള്ള ശിവൻകുട്ടിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തോ? പുള്ളിക്കാരൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. വ്യക്തിപരമായിട്ട് പുള്ളിക്കാരൻ ഓക്കെയാണ്, പക്ഷെ ഒരു മന്ത്രിയോ ഒരു MLA ആയിട്ടുള്ള നിലയിലും ഓക്കെ അല്ല. ഇപ്പോ ഇത്തവണ ഈ നേമത്ത് BJP വീണ്ടും അക്കൗണ്ട് തുറക്കുന്നു, ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ നേമത്ത് മാത്രമല്ല, എന്തായാലും കേരളത്തിൽ 1, 2, 3, 4 സീറ്റിന് മേലെ എന്തായാലും BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നല്ല നല്ല വ്യക്തികളെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത്. അവിടെ ഉറപ്പായിട്ട് എന്തായാലും ഐശ്വര്യം എങ്ങനെയുണ്ട്? എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ, ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത് കണ്ടു. നമസ്കാരം. നമസ്തേ. കണ്ടായിരുന്നു. ഇപ്പോ ഈ നിയമമണ്ഡലത്തിലേക്ക് അദ്ദേഹം കാലുകുത്തിരിക്കുകയാണ്. അതെ. ഇപ്പോ ഈ SDPI വോട്ട് വേണമെന്ന് ശിവൻകുട്ടി നിരന്തരമായിട്ട് പറയാണ്. ഇസ്ലാമിക മതമൗലികവാദികൾ വോട്ട് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന CPM പൊതുജനങ്ങളുടെ മുന്നിൽ ഇനി ഏത് തരത്തിലായിരിക്കും പൊതുജനങ്ങൾ ഇവരെ കാണുക? അതായത് വട്ടവടയിൽ അഭിമന്യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ നമുക്കറിയാം. മഹാരാജാസ് കോളേജിൽ വെച്ച് കുത്തുകൊണ്ട് ഭരണപ്പെട്ട അഭിമന്യു. ഇവർക്ക് ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് SDPI പോലെയുള്ള ഈ ഭീകരവാദ സംഘടനയുടെ വോട്ട് ഇവർ തേടുമായിരുന്നോ? നാൻപെറ്റ മകനെ എന്ന് ആ കരഞ്ഞ അമ്മയുടെ കണ്ണുനീരിന് ഒരു വിലയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ ഈ SDPI ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഈ സംഘടനയുടെ വോട്ട് തേടുമായിരുന്നോ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് നേമത്തെ ജനങ്ങൾ ശിവൻകുട്ടിക്കെതിരെ തിരിയുമെന്ന് തോന്നുന്നുണ്ടോ? 100% തിരിയും. ശിവൻകുട്ടി സാറ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ വീണ്ടും പൂട്ടുമെന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നു, ഇരട്ട പൂട്ടല്ല, 4 പൂട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പൂട്ടി ഇവിടെ നേമത്തെ അക്കൗണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കും. 100% ഉറപ്പ്. ചേട്ടാ, മോദിയെ കണ്ടിരുന്നോ? തീർച്ചയായും കണ്ടിരുന്നു. സാധ്യതകൾ എങ്ങനെയാണ്? സാധ്യത പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 5 സീറ്റിൽ കൂടുതൽ BJP പിടിച്ചിരിക്കും. ഇപ്പൊ തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. ഇത് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് BJP പറയുന്നുണ്ട്, ജയിക്കുമെന്ന്. അതിന് കാരണങ്ങൾ എന്തായിരിക്കും? തീർച്ചയായും ഒന്ന്, ഈ 10 വർഷം LDF-ന്റെ ഭരണം, അത് ജനങ്ങളുടെ ഏറ്റവും കഷ്ടപ്പെടുത്തിയ ഭരണം. കൂടാതെ UDF ആരെയാണ് ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവരാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അവർക്ക് മതമാണ് വലുതെന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടുപിടിച്ചവരാണ് UDF അധികാരത്തിൽ വരാണ്. 5ാം മന്ത്രി വിവാഹത്തിന് ശേഷം അടുത്ത് വരാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ ഉപമുഖ്യ സാധനം വരെ മുസ്ലിം ലീഗിന് കൈമാറാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അത് നിങ്ങളൂടെ തീരുമാനിക്കൂ. അതുകൊണ്ട് തീർച്ചയായും മാറ്റം ഉണ്ടാവും. കേരളത്തിൽ NDA മികച്ച ലീഡോടെ തിരിച്ചു വന്നിരിക്കും, ഉറപ്പാണ്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് സ്വദേശ്. നേമം നിയോജക മണ്ഡലത്തിൽ വോട്ടറല്ലേ? അതെ. ചേട്ടാ, ഇപ്പോ ഈ നേമത്ത് SDPI CPM ബന്ധം പരസ്യമായിരിക്കാം. ശിവൻകുട്ടി SDPIയുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ചേട്ടന്റെ പ്രതികരണം? എന്താണ്? നമുക്ക് അറിയാമല്ലോ, അവർ പറയേണ്ട കാര്യമില്ല. അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും SDPIയും മുസ്ലിങ്ങളുമായിട്ടും അസാധ്യമായ ബന്ധമുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യവും കുമ്മനം രാജശേഖരൻ പരാജയപ്പെടാൻ കാരണം മുസ്ലിം വോട്ട് ഏകീകരണമാണ്. അത് ഇപ്രാവശ്യം ഹിന്ദു സമൂഹം അംഗീകരിക്കില്ലെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അത് ഇപ്രാവശ്യം രാജീവേട്ടൻ വൻ ഭൂരിപക്ഷത്തോടെ, കുറഞ്ഞത് 25,000 വോട്ട് ഭൂരിപക്ഷത്തിൽ രാജീവേട്ടൻ ജയിക്കാനാണ് സാധ്യത. ശിവൻകുട്ടിയുടെ ഈ ഒരു നിലപാടിനോട് എന്താണ് പറയാനുള്ളത്? ശിവൻകുട്ടിയെ കാര്യം അറിയാം നമുക്ക്. ശിവൻകുട്ടി പറയുന്നത് എന്താണെന്ന് ശിവൻകുട്ടിക്ക് തന്നെ അറിയില്ല. ശിവൻകുട്ടി എന്തെല്ലാം വിളിച്ച് പറയുന്നു. ഇന്നിപ്പോ അതാ പറയുന്ന പ്രധാനമന്ത്രി വന്നത് ചട്ടലംഘനമാണെന്ന്. പുള്ളി വിദ്യാഭ്യാസ മന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വിദ്യാഭ്യാസവും പുള്ളിക്കില്ല.
അതാണ് ശിവൻകുട്ടി. പുള്ളിക്ക് ഈ മണ്ഡലത്തിൽ എങ്ങനെയാണ് സ്വാധീനമുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? നിലവിലെ സാഹചര്യത്തിൽ പുള്ളിക്ക് സ്വാധീനം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. പക്ഷേ ജനത്തിന്റെ ഇടയിൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ ഗ്രൗണ്ട് വർക്കിൽ നിൽക്കുമ്പോൾ പുള്ളി സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മളിവിടെ പല പാർട്ടിയുടെയും ഗ്രൗണ്ട് വർക്കിൽ കാണുമ്പോൾ പുള്ളിക്ക് സ്വാധീനം ഉള്ളതായിട്ടോ പുള്ളി ഇപ്പം തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ പരാജയപ്പെടുമെന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റം. പുള്ളി ഇപ്പം എന്തായാലും പുള്ളി ജയിക്കാൻ പോകുന്നില്ല. ഒരു 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർജി ജയിക്കും. കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രം BJP ഒരു കുറഞ്ഞത് 5 സീറ്റെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ നേമം നിയോജകമണ്ഡലത്തിൽ ശിവൻകുട്ടി എന്തെങ്കിലും കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എൻ്റെ വീടിന്റെ അടുത്തൊരു മുടവൻമുകൾ എസ്റ്റേറ്റ് പാലമുണ്ട്, സത്യനഗർ പാലം. ആ പാലം രാജഗോപാൽ MLA ആയിരുന്ന സമയത്താണ് അത് ഭരണാനുമതി കിട്ടിയതും അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയായതും. പക്ഷേ രാജഗോപാൽ ഇരുന്ന സമയത്ത് ആ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റിയില്ല. ഭൂമി ഏറ്റെടുക്കൽ കുറ്റിയടിക്കൽ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ ശിവൻകുട്ടി വന്നപ്പോൾ പണി തുടങ്ങിയിട്ട് 5 വർഷമായി. ഇപ്പോൾ ഈ ഇലക്ഷൻ മാമാങ്കത്തിൽ അത് ഉദ്ഘാടനം ചെയ്തു. 50% പണി പോലും ആയിട്ടില്ല. എന്നിട്ട് വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് പാലം പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ പോയി നോക്കിയാൽ അറിയാം പാലത്തിന്റെ ഗതി എന്താണ്, സബ് റോഡിന്റെ ഗതി എന്താണെന്ന്. ഇപ്പോൾ ഇവിടെ SDPI CPM ബന്ധം ഇലക്ഷനിൽ CPM-ന് എതിരാകുമോ അനുകൂലമാകുമോ? അവര് SDPI മുസ്ലിം ലീഗിനെ കൂട്ടുപിടിക്കുന്നതോടും ഇവിടുത്തെ ഹിന്ദുക്കൾ തിരിച്ചറിയും. ഹിന്ദു സമൂഹം ഒന്നടങ്കം രാജീവ് ചന്ദ്രശേഖർജിയുടെ കൂടെ നിൽക്കും. അത് ശിവൻകുട്ടിക്ക് തിരിച്ചറിയേണ്ടി വരും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് ശ്രീകുമാർ എന്നാണ്. സാർ, ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നിയമ നിയോജക മണ്ഡലത്തിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. നിയമമണ്ഡലത്തിൽ വോട്ടറൽ തീർച്ചയായിട്ടും SDPI CPM ബന്ധം നേമത്ത് ഈ ഒരു ഇലക്ഷനിൽ ഏതെങ്കിലും തരത്തിലുമുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള അവസരമുണ്ടോ? നേമത്ത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും ഈ തരത്തിലുള്ള സഖ്യം അവർ രഹസ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പരസ്യമായിട്ട് പറഞ്ഞു. അത് ഇപ്രാവശ്യവും തുടരുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമേ അല്ല. ആത്മാഭിമാനമുള്ള ആൾക്കാരെ, ആത്മാഭിമാനമുള്ള ഭൂരിഭാഗം ജനങ്ങളും രാജീവ് ചന്ദ്രശേഖരനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ SDPയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ CPM എടുക്കുന്ന ഒരു നിലപാട് എന്തുകൊണ്ടായിരിക്കാം? ആ നിലപാട് അവർക്കൊരു സ്ഥിരമായിട്ടുള്ള നിലപാടില്ലെന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അവർ അവസരവാദികളാണ്, ഇരട്ടത്താപ്പാണ്. SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല, എന്നാൽ വോട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അത് UDF ആയാലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. BJP മാത്രമേ ഉള്ളൂ ഇവരുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നത്. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് BJP മാത്രമേ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാത്തുള്ളൂ, ബാക്കി എല്ലാവരും തരാതരമായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മതമൗലികവാദികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് മേടിക്കുമ്പോൾ അവർ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ SDPI പോലെയുള്ള ഒരു രാഷ്ട്രീയ സംഘടന ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അവർ അവലും മലരും മുന്തിരിക്കും ഒക്കെ കരുതണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ മാധ്യമ പ്രവർത്തകർ അതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന സാധാരണ വോട്ടർമാര് രാജീവ് വിജയ് ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കും. അപ്പോൾ ഈ നേമത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി അവസാന ഘട്ടത്തിലെ BJP ഉണ്ടാകാനുള്ള സാധ്യത? ഒരു പ്രതിസന്ധിയില്ല, യാതൊരു പ്രതിസന്ധിയില്ല. മോദിജിയുടെ ഇന്നത്തെ വരവോടുകൂടി സംഗതികളെല്ലാം വളരെ വ്യക്തമാവും. നല്ല ഭൂരിപക്ഷത്തിൽ രാജീവ് വിജയും. രാജീവ് വിജയിച്ചേ പറ്റൂ. അത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അത് അത്യാവശ്യമായിട്ട് നടക്കേണ്ടതാണ്, നടന്നിരിക്കും. രാജീവ് ചന്ദ്രശേഖർ വികസനത്തെ പറ്റിയിട്ട് വലിയ രീതിയിൽ പറയുന്നുണ്ട്. വികസനം BJP വിജയിച്ചു കഴിഞ്ഞാൽ വികസനം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. അത് അവർക്കൊരു അവസരം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ പല കമ്പനികളും പല കാര്യങ്ങളും നടത്തി കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ പോലെ തന്നെ ഞാനൊരു മുക്ത പഠനാണ്, എയർഫോഴ്സിൽ റിട്ടയർ ആയ ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു മുക്തഭടന്റെ ഒരു പട്ടാളക്കാരന്റെ മകനാണ് അയാൾ. പറയുന്നതിനകത്ത് there will be some substance and he will show it. ഈ പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ മാർക്കിടാനൊന്നും ഞാൻ ആളല്ല. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നും പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നേമത്ത് നിന്നും വിജയിക്കാൻ പോകുന്നില്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും.